ഹായ് ഗൈസ്, വെൽക്കം ടു ത്രിനിക മേറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ശരി, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ഇപ്പം കറക്റ്റായിട്ട് 3 മാസവും പിന്നെ ഒരാഴ്ചയും കൂടെ ആയിട്ടുണ്ട് കേട്ടോ വ്ളോഗ് ഇടാൻ തുടങ്ങിയിട്ട്, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ വിചാരിച്ചത് എന്താ പറയണ്ടേ, ഷോർട്സ് മാത്രം ഇടാം. കാരണം നമുക്ക് തുടക്കത്തിൽ പ്രത്യേകിച്ച് ഇൻകം അങ്ങനെയൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പം ഷോർട്സ് മാത്രം ഇട്ടിട്ട് പോയിട്ട് മോണിറ്ററൈസേഷൻ ആയതിനു ശേഷം ലോങ് വീഡിയോസ് ഇടാമെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത്. എൻ്റെ പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് നോക്കിയപ്പം ഷോർട്സ് വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസ് പോകുന്നുണ്ടെങ്കിലും എൻഗേജ്ഡ് വ്യൂസ് കുറവായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ഷോർട്സിന് ഇത്രയും വ്യൂസ് കിട്ടുന്നുണ്ട്, അപ്പോൾ ഈ വ്യൂസ് തന്നെയാണ് മോണിറ്ററൈസേഷന് വേണ്ടതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മോണിറ്ററൈസേഷൻ ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ കാണിക്കുന്ന, അത് മറ്റേതിനേക്കാളും ഫ്രണ്ടിൽ കാണിക്കുന്ന വ്യൂസിനേക്കാളും അതിനകത്ത് കാണിക്കുന്ന വ്യൂസ് കുറവായിരുന്നു. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ്, അതായത് ഞാൻ യൂട്യൂബിൽ തന്നെ സെർച്ചൊക്കെ ചെയ്ത് നോക്കി എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട്. അല്ല, ഇത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതല്ല, കോയിൻസിഡൻസ്ലി എൻ്റെ കൺമുമ്പിൽ ഒരു വീഡിയോ ഒന്ന് പെട്ടതാണ്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് എൻഗേജ്ഡ് വ്യൂസ് ഉണ്ട്, അത് മാത്രമേ മോണിറ്ററൈസേഷൻ എടുക്കത്തുള്ളൂ. അന്ന് മുതലാണ് ഞാൻ എൻഗേജ്ഡ് വ്യൂസ് ചെയ്താണ് നോക്കി തുടങ്ങിയത് YT സ്റ്റുഡിയോയിൽ. അപ്പോൾ നോക്കിയപ്പം ചില എൻഗേജ്ഡ് വ്യൂസ് ഒക്കെ കൂടുതലുണ്ട്, ചിലതൊക്കെ 1K വ്യൂസ് പോയാലും 200K കാണത്തുള്ളൂ എൻഗേജ്ഡ് വ്യൂസ്. പിന്നെ ആ മോണിറ്ററൈസേഷൻ പോകുന്ന ആ ലൈനിനകത്തെ ഒരു കുത്ത് അത്രേ ഉള്ളൂ, അതങ്ങോട്ട് നീങ്ങുന്ന ഊതിയിട്ടില്ല നോക്കിയിട്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഷോർട്സ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കാനേ പറ്റൂ, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കിട്ടത്തില്ല. അത് മാത്രമല്ല, നമുക്ക് മോണിറ്ററൈസേഷൻ ആവണമെങ്കിൽ ഷോർട്സിലൂടെയാണ് മോണിറ്ററൈസേഷൻ ആവാനായിട്ട് കരുതുന്നതെങ്കിൽ നമുക്ക് 3 മന്തിനുള്ളിൽ 3 മില്യൺ വ്യൂസ് ഷോർട്സിനുണ്ടായിരിക്കണം, അതായത് എൻഗേജ്ഡ് വ്യൂസ്. അപ്പോൾ ഒരു 5 മില്യൺ വ്യൂസ് എങ്കിലും കിട്ടിയാലേ 3 മില്യൺ എൻഗേജ്ഡ് വ്യൂസ് എങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു ദിവസം 2 വീഡിയോ എന്നല്ല, ഒരു 4-5 വീഡിയോ ഇട്ടാലും നമുക്ക് അത്രയും വ്യൂസ് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ലോങ് വീഡിയോയിലോട്ട് കടക്കാം. ലോങ് വീഡിയോ ആകുമ്പോൾ വാച്ച് അവറാണ് നോക്കുന്നത്, വ്യൂസിൻ്റെ ഇത് അവർ ഇതാക്കുന്നില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കരുതി ലോങ് വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഷോർട്സ് ഇടണ്ട. ഷോർട്സ് ലിമിറ്റിന് മാത്രം ഷോർട്സ് ഇടാം, വീക്ക്ലി 1-2 അങ്ങനെ വല്ലതും ഷോർട്സ് ഇടാമെന്ന് കരുതി. അല്ലാതെ ലോങ് വീഡിയോയിലോട്ട് തന്നെ പോകാം, എന്നാലേ പെട്ടെന്ന് മോണിറ്ററൈസേഷൻ ആവാനായിട്ട് എന്തെങ്കിലും ഇതുള്ളൂ. അതുമാത്രമല്ല, ലോങ് വീഡിയോ ഇടുകയാണെങ്കിൽ 1 ഇയറിനുള്ളിൽ 3000 അല്ലേ, 3000 വാച്ച് അവർ കിട്ടിയാൽ മതി. 1 ഇയറിനുള്ളിൽ കിട്ടണ്ട. നമ്മൾ ഒരാഴ്ചയിൽ ഒരു 2-3 വീഡിയോ ഇട്ടാലും അതെങ്ങനെയെങ്കിലും കിട്ടും നമുക്ക്. അപ്പൊ പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്ററൈസേഷൻ ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസമേ ആകുന്നുള്ളൂ. ആദ്യത്തെ 2 മാസം ഞങ്ങൾ ഷോർട്സ് തന്നെയാണ് ഇട്ടുകൊണ്ടിരുന്നത്. ആദ്യത്തെ 2 മാസവും ലോങ് ഇട്ടിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പകുതിയോളം കിട്ടി വന്നേനെ അല്ലേ വാച്ച് അവർ. ഇപ്പം ഒരുവിധം വാച്ച് അവർ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലാതെ. അപ്പൊ വിചാരിച്ച് ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് വാച്ച് അവർ അത്രയും ആയി വന്നേനെയായിരുന്നു. ഇനി എങ്ങനെയായിരുന്നാലും നോക്കണം നമുക്ക് എങ്ങനെയാണ്. വാച്ച് അവറിനും ഇനി വല്ല ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല. ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. നോർമലി എങ്ങനെയാണോ ഒരു വീഡിയോയ്ക്ക് ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ വീഡിയോ ചെയ്യുമ്പം മിക്കതും ഓൺ വോയിസ് ചെയ്യുന്നതാണ് അത്രയും ബെറ്റർ. അതിന് ഇടയ്ക്കൊന്നും വേറെ മ്യൂസിക്കൊന്നും കൊടുക്കാതെ നമ്മൾ നമ്മുടെ വോയിസിൽ തന്നെ വീഡിയോ ചെയ്യുന്നതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക, കാരണം തോന്നുമ്പോൾ മാത്രം ഇടാതെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക, അങ്ങനെയും തോന്നി. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വ്യൂസ് കുറയുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ 1-2 വ്ളോഗ് കണ്ടായിരുന്നു വേറെ ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ളത്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരു കാര്യമില്ല, ഡെയിലി വീഡിയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയത്തില്ല അവർ പറയുന്നതിന് എത്രത്തോളം കാര്യമുണ്ടാവും. അവരാ പറയുന്നതിന് റീസണും പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ വിചാരിച്ചത്
കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ട് പോവാന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കണ്ടിന്യൂസ് തന്നെ ഇടുന്നുണ്ട് വീഡിയോസ്. പിന്നെ ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ, വീഡിയോസ് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവാൻ എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് കാണിച്ചു വരണമെന്ന് വെച്ചാൽ മിനിമം 10 മിനിറ്റുള്ള വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും എല്ലാം ഒന്നും ഓർമ്മയില്ല. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്താണ് കേട്ടോ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയത്. അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. കംപ്ലീറ്റ്ലി ഞങ്ങളൊരു ബിഗിനറാണ്. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നോക്കാം എന്തായി തീരുമെന്ന്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം വീഡിയോ കാണുന്നു അത് കണക്കെ ഞങ്ങൾക്കും മോണിറ്റൈസേഷനിലോട്ട് കടക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് തുടക്കത്തിൽ തോന്നിയ കാര്യം, ഷോർട്സ് ഇടുമ്പോഴാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. ലോങ് വീഡിയോയിൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ വല്ലാണ്ട് കൂടുന്നതെന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സബും ഷോർട്സ് കണ്ട് തന്നെ കിട്ടിയിട്ടുള്ളതാ. ലോങ് വീഡിയോയിൽ അങ്ങനെ 1, 2 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ സബ് കൂടിയിട്ടില്ല. ഷോർട്സ് ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയതിനു ശേഷം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഭയങ്കര റയറായിട്ടാണ് കേട്ടോ. 1, 2 അങ്ങനെയൊക്കെ കൂടത്തുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോ സബ്സ്ക്രൈബേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം സബ്സ്ക്രൈബേഴ്സ് തന്നെ കടന്നു കൂടിക്കോളും, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മെയിനായിട്ട് ഇപ്പം ശ്രദ്ധിക്കേണ്ടത് വാച്ച് അവർ കൂട്ടാനും നല്ല കണ്ടന്റ് ബേസ്ഡ് വീഡിയോസ് ഒക്കെ ചെയ്യാനാണ് കേട്ടോ. ഞങ്ങള് നല്ല കണ്ടന്റ് വിചാരിക്കുന്നുണ്ട്, പക്ഷെ സിറ്റുവേഷൻ കാരണം പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു ആളുള്ളത് കൊണ്ടും ചിലത് നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുമ്പം അവളെയും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമല്ലോ. അപ്പം ഒറ്റ ഇരിപ്പിനൊന്നും ചെയ്യാൻ പറ്റുന്ന ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പിന്നെ കുക്കിംഗ് ആണ് ഞങ്ങൾ തുടക്കത്തിൽ ഇട്ട് തുടങ്ങിയത്. കുക്കിംഗ് ആണെങ്കിലും നമ്മളെല്ലാം ചെയ്യുന്നതിന് ആ ടൈമിലും ഉണ്ടല്ലോ, ആ ടൈമായിട്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണ്ടേ. അതിപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും പുള്ളിക്കാരി ചിലപ്പോൾ കരയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പം അതവിടെ ഇട്ടിട്ട് പോവാണെങ്കിലും ബാക്കി പരിപാടി ചെയ്യണമല്ലോ അതിനകത്ത്, അല്ലാതെ വേറെ കൊലത്തിലിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം മെയിനായിട്ട് കുക്കിംഗ് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. ആള് ഉള്ളതും കൂടിയിട്ടാണ് ഞങ്ങൾക്ക് വീഡിയോസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എഡിറ്റിങ്ങും കാര്യമെല്ലാം ഇവളാ നോക്കുന്നത്. അപ്പോൾ അവൾക്ക് കൊച്ചിനെയും വെച്ച് എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ ഇത്തിരി ടാസ്ക്കാണ്. വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ കൊടുക്കും. ഇപ്പം എനിക്ക് വോയിസ് കൊടുക്കാനും പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അവൾ തന്നെ എല്ലാം നോക്കി കിടക്കുന്നത്. വീഡിയോ എടുക്കുന്നതായിരുന്നാലും ഇപ്പം അവള് തന്നെ. ഞാൻ ഇപ്പം ക്ലാസ് പിന്നെ അവളിപ്പോൾ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി പോകാനും അതിൻ്റെയൊക്കെ തിരക്കാരണം അവൾക്കിപ്പോൾ വലുതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രാത്രിയാണ് ഞങ്ങളിപ്പോൾ കൂടുതലായിട്ട് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അവൾ വൈകുന്നേരം 5 മണി 5:30 ആവും വീട്ടിൽ എത്താൻ തന്നെ. എന്നിട്ട് ഞങ്ങൾക്ക് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ്. പിന്നെ എഡിറ്റൊക്കെ ആണെങ്കിൽ ഞാൻ ഇവളെ ഉറക്കുന്ന സമയത്ത്, ഉറങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ചെയ്യും. പിന്നെ വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കേണ്ട സമയത്താണെങ്കിൽ അവൾ വന്നത് ചെയ്തോളൂ. എന്നാലും ഞങ്ങൾ എഫേർട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ. എന്നെ കൊണ്ട് പറ്റാത്ത സമയത്താണെങ്കിൽ അവൾ ചെയ്യും, അവളെ കൊണ്ട് പറ്റാത്ത സമയമാണെങ്കിൽ ഞാൻ ചെയ്യും. അവൾക്കാണെങ്കിൽ ഇപ്പം എന്തുവാടി അലർജി, ഇപ്പൊ ടെസ്റ്റ് അലർജി കൂടിയിട്ട് കുറച്ച് സീനായിട്ട് കൂടി ഇരിക്കുന്നുണ്ട്. തൊണ്ടയ്ക്കൊന്നും അനങ്ങാനൊന്നും വയ്യ. തൊണ്ടയൊക്കെ ഭയങ്കര വേദനയാണ്. ഉമിനീര് പോലും ഇറക്കാൻ വയ്യാത്ത അവസ്ഥ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തായിരുന്നാലും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യാന്ന് കരുതി. ഏഞ്ചലിന് വല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ ഏഞ്ചി? ഏഞ്ചൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പാട്ട് പാടുന്നതായിരിക്കും. ഏഞ്ചി പാട്. അവളത് ലോലിപ്പോപ്പാന്ന് കരുതി വായിലിട്ടാ നോക്കുക. പിന്നെന്ന് വെച്ചാ യൂട്യൂബ് ചാനലില് തുടങ്ങുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അതിനുവേണ്ടി കണ്ടെത്താൻ ടൈം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ നല്ലൊരു ഓപ്ഷനാണ് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റിയത്. മറ്റ് വെറുതെ ഒരു ചാനൽ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടണം, എന്നാലും എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞങ്ങൾ ഇനിയും കുറച്ച് ചാലഞ്ച് ഗെയിംസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടത് ചെയ്യാന്നുള്ളത് എത്തുന്നതാണ്. നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ടൈം എടുത്താണെങ്കിലും ചെയ്യാൻ നോക്കാം. പിന്നെ ഞങ്ങൾ മാക്സിമം ഞങ്ങളായിട്ട് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ യൂട്യൂബ് സജഷൻസോ അങ്ങനെ പ്രത്യേകിച്ച് നോക്കാതെ ഞങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് തന്നെയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. പിന്നെ അങ്ങനെ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുത്തിയിരുന്ന് വീഡിയോസ് കാണുക, എന്ത് ചെയ്താൽ മോണിറ്റൈസേഷൻ ആവും അങ്ങനെയൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു
ആ ഒരു എന്താ പറയണ്ട ക്യൂരിയോസിറ്റിയില് നോക്കിന്നേ ഉള്ളൂ. പിന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആവുമ്പോ ആവട്ടെ എന്ന മട്ടിലാണ് പിന്നെ ഇരുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. ബൈ. ബൈ.